ഓഗസ്റ്റ് 22. ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ വൈകാരിക സ്ഥിരത അന്വേഷിക്കുക എന്ന തലക്കെട്ടോടുകൂടി 12-ാം പടിയുടെ ലേഖനത്തിലെ ഭാഗമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ ഏടെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന നമ്മൾ മറ്റുള്ള ആളുകളോട് പരിഹാരം ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നും ആ പരിഹാരം ചെയ്യേണ്ട മനോഭാവം എന്തിനാണ്, അല്ലെങ്കിൽ ചില കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ എന്തിന് പരിഹാരം ചെയ്യണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വൈകാരികമായിട്ട് നമ്മളെ നാളെ അത് ബാധിക്കാനിടയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൽ തന്നെ പല പ്രവൃത്തികളിലും നമുക്ക് കുഴപ്പം ഉണ്ടാവുന്നതിൻ്റെ കാരണം വൈകാരികമായ കുഴപ്പമാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ നമ്മളെ ഉപദ്രവിച്ച ആളുകളോട് അങ്ങോട്ട് ക്ഷമിക്കാനും അതിൽ നമ്മുടെ തെറ്റ് കണ്ടെത്താനുമാണ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രയാസം. പക്ഷെ പ്രോഗ്രാമിലേക്ക് വരുന്ന നമ്മൾ എന്താണ് വരുന്നത്? നമ്മൾ പുരോഗതിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ പൊള്ളത്തരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മറ്റു മനുഷ്യരൊക്കെ നമ്മളിങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നതെന്ന് കണ്ടു. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചു എന്നത് മറ്റുള്ളവർ നമ്മളോട് അങ്ങനെ പെരുമാറണം എന്ന് യാതൊരു നിയമമില്ല. അപ്പോൾ നമ്മൾ ഒരാളെ സഹായിച്ചു, അയാൾ നമ്മളെ സഹായിക്കണമെന്ന് നമ്മുടെ മാത്രം പ്രതീക്ഷയാണ്. നമ്മൾ അത്തരത്തിൽ വാക്ക് പറഞ്ഞിട്ടൊന്നുമല്ല, അവനത് ചെയ്യേണ്ടതല്ലേ, അതല്ലേ നീതി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ നീതി മാത്രമാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് വന്തുരുട്ടിയത്. എവിടെയാ കുഴപ്പം? ആദ്യം നമ്മൾ ഒരാളെ സഹായിച്ചത് എന്തിനായിരുന്നു? അവൻ നാളെ സഹായിക്കുന്നു പറഞ്ഞിട്ട്. അവിടെയാണ് നമ്മുടെ ബന്ധുക്കാരൊക്കെ നമ്മളെ സഹായിച്ചില്ല, പൈസ ആവശ്യമുള്ളപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല, അവർ വന്നില്ല, നമ്മളെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നുള്ള പരാതികൾ നമ്മൾ പറയാവുന്ന രീതിയിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ പല ആൾക്കാരെയും നമുക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ ആവശ്യപ്പെടലുകൾ നടത്തുക. സ്നേഹം എന്ന് പറയുന്നത് ആവശ്യപ്പെടലുകളില്ലാതെ എങ്ങനെ സ്നേഹിക്കേണ്ടതെന്ന് ഞാനെന്ന മധ്യാസക്തന് അറിയില്ല. ഇപ്പോൾ വൈകാരിക സുരക്ഷിതത്വം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കൽ വാങ്ങൽ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ മനസ്സിലാവണം. ചുറ്റുമുള്ള മനുഷ്യരോടൊക്കെ സാഹോദര്യത്തിലും സംരക്ഷണത്തിലും കഴിയണമെന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. തിരികെ ലഭിക്കണമെന്ന ആവശ്യപ്പെടലില്ലാതെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ പരാതി പറയും. അതാണ് നമ്മുടെ കുഴപ്പങ്ങളും നമ്മളെ ആളുകൾ ദ്രോഹിച്ചു എന്ന് പറയുന്നതൊക്കെ നമ്മുടെ മാത്രം കാഴ്ചപ്പാടുകളാണ് എന്ന് കണ്ടെത്തുമ്പോൾ വൈകാരിക സ്ഥിരതയുടെ ആ ഒരു ഉറവിടം ആ ഈശ്വരൻ, അല്ലെങ്കിൽ വലിയ ശക്തി, എന്നേക്കാൾ വലുത്, പവർ ഗ്രേറ്റർ ദാൻ അസ് എന്നൊക്കെ പറയും, നമ്മളെക്കാൾ വലിയ ഒരു ശക്തി എന്ന ആശയം കടന്നു വരികയാണ്. കാരണം നമുക്ക് പലതും സാധ്യമല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ ശക്തിയുടെ പ്രവർത്തനം എങ്ങനെ ഉണ്ടാവേണ്ടത്, എന്താണ് ആ ദൈവം എന്നുള്ള ആശയം? അവിടെ പിഴവുകളില്ലാത്ത രീതിയാണ്. എല്ലാ മനുഷ്യർക്കും ഒരേപോലെയാണ്. അല്ലാണ്ട് എൻ്റെ ദൈവം എന്നും എനിക്ക് ദൈവമുണ്ട്, അപ്പോൾ നമ്മൾ പ്രാകുമ്പോൾ ഒക്കെ പറയും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നിനക്ക് ദൈവം തരും. അങ്ങനെ തരുന്ന ദൈവമൊന്നുമല്ല. എൻ്റെ ഒപ്പം മാത്രം നിന്ന് മറ്റൊരാളെ ഉപദ്രവിക്കുന്ന ദൈവം, അല്ലെങ്കിൽ കുറേ എനിക്ക് മാത്രം അനുഗ്രഹം തരിക, വേറൊരാളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അനുഗ്രഹം ഇല്ലാത്ത, അതൊന്നുമല്ല. അങ്ങനെ എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്. എന്നോട് തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ആളും ഞാനും എല്ലാം ഒരേപോലെയാണ് അവിടെ. അപ്പോൾ അവിടെ പിഴവുകളില്ലാത്ത രീതിയിൽ എന്നോട് മറ്റുള്ളവർ എനിക്ക് മാപ്പ് തരണം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ മാപ്പ് കൊടുക്കാനുള്ള തയ്യാറാവണം. അവിടെയാണ് ദൈവത്തെ പറയുന്നത്. ദൈവത്തിൻ്റെ കണ്ണിലും വളരെയധികം എല്ലാവരും മനുഷ്യരും ഒരേപോലെയാണ്. അപ്പോൾ പിഴവുകളില്ലാതെ എല്ലാത്തിനും ക്ഷമിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അതാണ്. ആ ദൈവത്തിൻ്റെ മാപ്പ് നൽകലും സ്നേഹത്തിലുമാണ്. അവിടെ എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്. ആ ആശ്രയത്വമാണ് ആരോഗ്യകരമാവുന്നത്. കാരണം അവിടേക്ക് ആശ്രയിക്കുമ്പോൾ നമുക്ക് മറ്റു മനുഷ്യരെ ഉൾക്കൊള്ളാനും അവരോടൊത്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യകതയുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ നമ്മൾ ദൈവ ആശ്രയത്വം എന്താണ്? രണ്ടാമത്തെ പടി മുതൽ നമ്മൾ കാണുന്ന വലിയ ശക്തി എന്ന ആശയം വെറുതെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഭൗതികമായ പുരോഗതികൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ഉപദ്രവിക്കുന്ന ആ ദൈവത്തെക്കുറിച്ചോ, നമ്മൾ കുറേ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഭൗതിക നേട്ടം ഉണ്ടാക്കുന്ന ദൈവത്തെക്കുറിച്ചൊന്നുമല്ല പ്രോഗ്രാമിൽ പറയാറുള്ളത്. നമ്മൾ ആ ദൈവത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൻ്റെ നിയന്ത്രണം, ആളുകളുടെ പ്രവൃത്തി, സാഹചര്യങ്ങൾ, ഇതിങ്ങനെയാകണമെന്ന് പറയലല്ല. എങ്ങനെയാണോ സാഹചര്യവും ആളുകളും പെരുമാറുന്നത് അതിനെ ഉൾക്കൊള്ളാൻ നമ്മളെ പ്രാപ്തമാകുന്ന വലിയ ശക്തിയെക്കുറിച്ച് പറയുകയാണ് ഇവിടെ. നമ്മൾ ദൈവത്തെ ആശ്രയിക്കാതെ നമ്മുടെ ബുദ്ധിക്ക് കളിക്കുകയാണ്. നമ്മൾ പറയലൊക്കെ ദൈവത്തിൻ്റെ പേര് പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ആശ്രയിച്ചാൽ നമുക്ക് എന്താ ഉണ്ടാവുക?
നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരോട് ദൈവം കളിക്കുവോ? നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ തലയിൽ കയറാൻ നിൽക്കുവോ? മറ്റുള്ളവരോട് നീ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, നീ ഇങ്ങനെ ചെയ്യാതിരുന്നില്ലേ? ഒരാളൊരു വിഷമം പറയുമ്പോഴേക്കും നമ്മൾ 100 ഉപദേശങ്ങൾ കൊടുക്കുമോ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അയാളുടെ അവസ്ഥയെക്കുറിച്ച്. അയാളുടെ അനുഭവമാണ് പറയണത്, അതിൽ കയറി നമ്മൾ പറയേണ്ടതില്ല എന്നുള്ള മനസ്സിലാക്കാൻ പറ്റില്ലേ? നമ്മുടെ ഒപ്പമുള്ള ആള്, അപ്പം നമ്മളൊരാൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ അയാളെക്കാൾ നമ്മൾ ഉയർന്നു നിൽക്കുന്നു എന്നുള്ള തോന്നലുണ്ടേ. ഈ ഉപദേശത്തിന്റെ പ്രധാന പ്രശ്നം എന്താ? ഒന്ന്, വയസ്സിന്റെ കാര്യത്തിൽ ഞാൻ ഉയർന്നു നിൽക്കുന്നു. ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ പറയും വയസ്സ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കൊണ്ടോ ഒന്നും നമുക്ക് ഉയർന്നു നിൽക്കാനും പറ്റില്ല. 7ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മകന് എന്നെക്കാൾ പല കാര്യങ്ങളിൽ അറിവുണ്ടെന്ന് ഞാൻ അംഗീകരിച്ചേ പറ്റൂ. കുറേ കാര്യം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് അവരായിരിക്കും, നമ്മൾ പുറകെയായിരിക്കും. എല്ലാ കാലത്തും അത് തന്നെ സംഭവിക്കാറുണ്ട്, എല്ലാ കാലത്തും. അല്ലാണ്ട് തല മുതിർന്നു എന്നതുകൊണ്ടോ വർഷങ്ങൾ ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മകനെയും മോളെക്കാട്ടിലും എനിക്ക് കൂടുതൽ അറിവുണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവർക്ക് അറിയുന്ന പലതും എനിക്കറിയില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു ബോധ്യം നമുക്ക് യഥാർത്ഥത്തിൽ കടന്നു വരില്ല. നമ്മളോട് കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ ദൈവം കളിക്കും. അവരുടെ കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയും, അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുപോകാൻ പോകും, നമ്മുടെ ആശയമാണ് ശരിയെന്ന് പറയുന്ന ഒക്കെ അതിൻ്റെ ഫലമാണ്, ആ ദൈവം കളിയുടെ ഫലമാണ്. നമ്മുടെ ചിന്തകളാണ് ശരിയെന്ന് പറയുന്ന സംഭവം അത് നമ്മൾ ചെയ്യില്ല. മറ്റു മനുഷ്യർ ഇങ്ങനെ ആയിരിക്കണം എന്ന പ്രവർത്തികൾ നമ്മൾ പറയില്ല. അവൻ അത് ചെയ്തില്ല എന്നുള്ള പരാതികൾ നമ്മൾ ഉന്നയിക്കില്ല. മാത്രമല്ല, മനുഷ്യന്റെ സംരക്ഷണയിലും ശ്രദ്ധയിലും പൂർണ്ണമായി വിശ്വസിക്കാനുള്ള പ്രേരണ തോന്നില്ല. കാരണം മനുഷ്യരാണ്, അവർക്ക് തെറ്റുകൾ ഉണ്ടാവാൻ. കാരണം എനിക്കും തെറ്റ് പറ്റുന്നുണ്ട്. എനിക്കിത് പറ്റാൻ മറ്റുള്ളവർക്ക് പറ്റാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും. ഞാൻ ചെയ്യാത്തതിനും ഞാൻ പൈസ കടം കൊടുക്കാത്തതിനും ഞാൻ ബന്ധുക്കളുടെ വീട്ടിൽ പോകാത്തതിനും എനിക്ക് ന്യായീകരണമുണ്ട്. പക്ഷെ മറ്റുള്ളവർ എൻ്റെ അടുത്ത് വന്നില്ല, എന്നോട് മിണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആ പരാതികൾ പറയുന്നു. അതെങ്ങനെ ഒരു സൈഡിൽ മാത്രമാവുക? അവിടെയാണ് മനുഷ്യർ തെറ്റുകൾ ചെയ്യും, അവർക്ക് തെറ്റുകൾ പറ്റും, അവരോട് ക്ഷമിക്കാൻ പറ്റില്ല എനിക്ക്. അത് പറ്റാത്തതിൻ്റെ കാരണം എൻ്റെ ആശ്രയത്തെ മറ്റു മനുഷ്യരിലാണ്. അവൻ അത് ചെയ്യില്ല എന്ന് ഞാൻ വിചാരിച്ചില്ല, അവൻ ഇങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തു, അവൾ എന്താ ചെയ്ത്, അവൾ എന്തിനാ അങ്ങനെ പറഞ്ഞ, അങ്ങനെ ചെയ്യാം. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓരോ മനുഷ്യരും അവരവരുടെ രീതിയിൽ പെരുമാറും, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ അവിടെയാണ് ദൈവത്തെ ഉപയോഗിക്കുന്നുണ്ടോ? വൈകാരിക സുരക്ഷിതത്വയുടെ ഉറവിടം ആ ദൈവമാണ് എന്നുള്ള ബോധ്യം വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഹചരോട് ദൈവം കളിക്കില്ല. സഹചരം ഇങ്ങനെ പെരുമാറണം. ഒപ്പമുള്ള ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിട്ടെ, അംഗങ്ങളായിക്കോട്ടെ, അവരുടെ പെരുമാറ്റവും അവരുടെ രീതികളും നമ്മൾ ആഗ്രഹിച്ച രീതിയിലാവാതെ വലിയ വായയിൽ വലിയ ഉപദേശങ്ങളൊന്നും നമ്മൾ കൊടുക്കാൻ പോലില്ല. മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ സൂക്ഷിച്ച് കയറി ചിന്തിക്കാൻ പറയും. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പം അത് ചിന്തിക്കലാണ് നമ്മുടെ പ്രോഗ്രാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? അപ്പോഴേ നമുക്ക് ഈ 8ാമത്തെ പടിയിലൊക്കെ മാപ്പ് കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അപ്പോഴേ നമുക്ക് നമ്മളാണ് മറ്റുള്ളവരെ ദ്രോഹിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെ വാക്കുകളും പ്രവർത്തികളും നമുക്ക് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളിൽ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. അതിനെ എങ്ങനെ കൊടുക്കണം? അതിനർത്ഥം മറ്റുള്ളവരുടെ കളിപ്പാവിയായിട്ട് മാറുക എന്നല്ല, അവിടെ സ്വന്തം കാലം നിൽക്കുന്ന പ്രോഗ്രാം തന്നെയാണ്. കൃത്യമായിട്ട് നോ പറയാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ എന്താണ്, നമ്മൾ മറ്റു മനുഷ്യരുടെ പെരുമാറ്റം അവരെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ കടും പിടുത്തം നമ്മൾ ഉപേക്ഷിക്കുക. അപ്പം മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റും. ചെറിയ തെറ്റോ വലിയ തെറ്റോ നമുക്ക് ദേഷ്യമൊക്കെ വരും, ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലോ സാറില്ല പോട്ടെ എന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് പറയാൻ തുടങ്ങും. ആ മനോഭാവം ഉണ്ടാവണം. അപ്പോഴാണ് മറ്റുള്ള ആൾക്കാരുടെ പോരായ്മകൾ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ, അതൊന്നും നമ്മളെ ഉലക്കില്ല. ഒരാളുടെ പ്രശ്നം ഉണ്ടാവുമ്പോൾ, എന്തെങ്കിലും പറ്റുമ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു പാത്രം നമ്മുടെ ഭാര്യയുടെ അടുത്ത് നിന്ന് വീണ് പൊട്ടുന്ന പാത്രമാണെങ്കിൽ നമ്മൾ അപ്പം ചീത്ത പറയും. മക്കളുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഒന്ന് ആലോചിച്ച്, ചെറിയ തെറ്റുകൾ പറ്റുമ്പോൾ നമ്മൾ എന്ത് ജാതി ചീത്ത പറയും മക്കളെ. നമ്മളുടെ അടുത്ത് നിന്നാകുമ്പോഴോ നമ്മൾ ന്യായീകരിക്കും. അവിടെയാണ് നമ്മളെ മാറ്റം തുടങ്ങുന്നത്. അവിടെയാണ് അത് സാരമില്ല എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, വിചാരിക്കാതെ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ സംഭവിക്കും വേണ്ട ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അതിലൊന്നും നമ്മളെ ഉലയ്ക്കാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാവും, ഏതെങ്കിലും ഒരാൾ മോശമായിട്ട് നമ്മളോട് പെരുമാറി, അല്ലെങ്കിൽ നമ്മൾ പൈസ പ്രതീക്ഷിച്ചിരുന്ന ആൾ പൈസ തന്നില്ല, സാരമില്ല, അയാളുടെ സിറ്റുവേഷൻ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവിടെയാണ് മറ്റുള്ള ദുരന്തങ്ങളോ ദുരിതങ്ങളോ എന്ത് തന്നെ വന്നോട്ടെ, ഇതൊന്നും ഞാനെന്ന മദ്യാസക്തൻ പ്രോഗ്രാമിലാണ് എന്നുണ്ടെങ്കിൽ അതൊന്നും ഒലയ്ക്കാൻ പറ്റാത്ത മനക്കരുത്തും സമാധാനവും